Hi all, welcome to Competitive Cracker. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചോളം ഉത്സവങ്ങളുടെ ദിവസങ്ങളാണ്. ബിഗ് ഡേ ഓഫർ നടക്കുകയാണ്. നമ്മുടെ എല്ലാ PSC കോഴ്സുകൾക്കും അപ് ടു 30% ഓഫറോട് കൂടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. PSC പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചോളം നല്ല ഒരു ചാൻസ് ആണ്. സോ നമ്മുടെ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ടും അതോടൊപ്പം തന്നെ ബിഗ് ഡേ ഓഫറിനെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ട് നമുക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8590202323 എന്നാണ് നമ്മുടെ നമ്പർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് നമ്മുടെ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ആക്സസ് ലഭിക്കുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നതിനേക്ക് മുമ്പ് നമ്മൾ CC ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ ബിഗ് ഡേ ഓഫർ പ്രമാണിച്ച് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ആപ്പിൽ. അതോടൊപ്പം തന്നെ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഫ്രീ ക്യൂസസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ എല്ലാവരും CC ലേണിംഗ് ആപ്പ് കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരികയാണ്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഡേറ്റ് ഒക്കെ വന്നു, എക്സാം ഡേറ്റ് വന്നു. എന്നാണ് എക്സാം ഡേറ്റ്? 23/5/2026. അതായത് മെയ് മാസം 23-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. ഈ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് മെയ് മാസം തന്നെ 8-ാം തീയതി റിലീസ് ആയിരിക്കും. സോ നമ്മൾ ഇനി പരീക്ഷയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 60 ദിവസമേ ഉള്ളൂ. 60 ദിവസം ഉണ്ട് എന്നല്ല, 60 ദിവസം മാത്രമേ നമുക്ക് ഇനി മുന്നിലുള്ളൂ. സോ പഠനം ഉഷാറാക്കേണ്ട സമയമാണ് നമുക്ക് മുന്നിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ജില്ലയിലെയും ആപ്ലിക്കൻസും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തവരുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്ന ജില്ല എന്ന് പറയുന്നത് 18,368 തിരുവനന്തപുരം ജില്ലയാണ്. അതിനുശേഷം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം അത് 15,687 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ജില്ലകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 15,687, കൊല്ലം 8,435, ആലപ്പുഴ 6,336, പത്തനംതിട്ട 5,125, അതോടൊപ്പം തന്നെ കോട്ടയം 6,187. അങ്ങനെ ജില്ലകളുടെ ഇത് പോവുകയാണ്. ഇനി മറ്റു ജില്ലകൾ എടുക്കുകയാണെങ്കിലും നമുക്ക് ആപ്ലിക്കൻസിന്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊതുവെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. 15,000-ഓളം കൺഫർമേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി പരീക്ഷയുടെ സിലബസ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, ലഘുവായിട്ടുള്ള ഒരു ബ്രീഫ് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ GKയും കറണ്ട് അഫയേഴ്സും കൂടി 50 മാർക്കിനുണ്ട്. GKയും കറണ്ട് അഫയേഴ്സ് കൂടി എത്ര മാർക്കിനുണ്ട്? 50 മാർക്കിനുണ്ട്. ഇനി മാത്സും മെന്റൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ 10 മാർക്കാണ്. ഇനി നമുക്ക് ജനറൽ ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ മലയാളവും നോക്കുകയാണെങ്കിൽ എത്രയാണത്? 10ഉം 10ഉം വെച്ചിട്ടാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത്. ഒരു ഫോഴ്സ് എക്സാമിനെ സംബന്ധിച്ചോളം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. സോ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. സോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഈ കുറച്ച് നാളായിട്ട് എക്സൈസ് ഓഫീസറുടെയും അതുപോലെ തന്നെ എക്സൈസ് ഡ്രൈവറുടെ ഒക്കെ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ PSC ലേശം കടുപ്പിച്ചൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കണേ. നമ്മൾ GKയും അതുപോലെ കറണ്ട് അഫയേഴ്സും മലയാളം ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ എന്തും പഠിക്കണം, സ്പെഷ്യൽ ടോപ്പിക്സും പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണ്. ഏത് എക്സാമിന്റെയാണ്? കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ 2024 കേട്ടോ. കഴിഞ്ഞ വർഷം നടന്ന എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 59.67 ആയിരുന്നു കട്ട് ഓഫ് വരുന്നത്. കൊല്ലം ജില്ലയിൽ അത് 57.67, പത്തനംതിട്ട 56, ആലപ്പുഴ വലിയ കട്ട് ഓഫ് ഒന്നും ഇല്ലായിരുന്നു, 51.33 ആയിരുന്നു. കോട്ടയത്തേക്ക് വരുമ്പോൾ 53, ഇടുക്കിയിലേക്ക് വരുമ്പോൾ 52.67. ഇനി മറ്റു ജില്ലകളിലേക്ക് വരുമ്പോൾ എറണാകുളം നല്ല കട്ട് ഓഫ് ആയിരുന്നു, 59 ആയിരുന്നു കട്ട് ഓഫ്. തൃശ്ശൂർ 57.33, പാലക്കാട് 58.67, മലപ്പുറം 55.67, കോഴിക്കോട് 56.67, വയനാട് 52.67, കണ്ണൂർ 58.3, കാസർഗോഡ് 50. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു എന്റെ കട്ട് ഓഫ് വരുന്നത്. സോ പരീക്ഷ നോക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ അത്യാവശ്യം നിലവാരമുള്ള ഒരു പാടുള്ള ഒരു പരീക്ഷ ആയിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു എന്താ പറയാ, ഒരു മീഡിയം ലെവൽ എക്സാം ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് 60 ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ എക്സാം പാസ്സായി എന്ന രീതിയിൽ ആരും ഇരിക്കരുത്. 2 തലത്തിലുള്ള 2 ഫേസിലുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള ഒരു പരീക്ഷയാണ്. സോ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി നമ്മളോട് പറയുകയാണ്.
അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പഠിപ്പിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇനി പഠിച്ചാൽ മാത്രം മതി. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പുതിയ ബാച്ച് ഒക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവർ നമുക്ക് ബിഗ് ഡേ ഓഫ് റോഡോട് തന്നെ നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു നമ്പറിൽ 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് പറ്റും. സോ ഈ വർഷം കാക്കി സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചോളം നല്ലൊരു വർഷമാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. നമ്മുടെ പെയ്ഡ് കണ്ടന്റ്സ് മാത്രമല്ലാത്തുള്ള ഫ്രീ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.